morning to all. Today we are going to discuss about chemical shift in NMR spectroscopy. Before that, we need to just refresh the resonance conditions in NMR spectroscopy. ഫസ്റ്റ് ചാപ്റ്ററിൽ അതായത് ആറ്റോമിക് സ്പെക്ട്രം നമ്മൾ പഠിച്ചപ്പോഴേക്കും നമ്മൾ സ്പിൻ ഓർബിറ്റ് ഇൻട്രാക്ഷനെ പറ്റി നമ്മൾ പറഞ്ഞിരുന്നു. അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് പറയാം, സപ്പോസ് വെൻ എ ന്യൂക്ലിയസ് ഓഫ് മാഗ്നറ്റിക് മൊമെന്റ് mu is placed in a magnetic field B0, what happens? The interaction energy is obviously E is equal to minus mu dot B0. ഡോട്ട് പ്രോഡക്റ്റ് മാറ്റി കഴിഞ്ഞാൽ മൈനസ് mu B0 cos theta. പിന്നെ നമുക്ക് കോസ് തീറ്റനെ ക്വാണ്ടം നമ്പേഴ്സിൻ്റെ ടേംസിൽ എഴുതിയാൽ മൈനസ് mu V0 ml by I. ഓക്കെ, ml എന്ന് പറയുന്നത് mi, that is for the nucleus. Okay, this mi can have the values 2i plus 1 values. We will 2i plus 1 equally spaced energy levels. എപ്പോഴാണ് ട്രാൻസിഷൻ നടക്കുന്നത്? ലോവർ എനർജിയും അപ്പർ എനർജിയുടെയും തമ്മിലുള്ള ഡിഫറൻസ് HNU ആകുമ്പോഴാണ് ലോവർ എനർജിയിലുള്ള ആറ്റംസ് അല്ലെങ്കിൽ ഹയർ എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് പോകുന്നത്. സോ വി ക്യാൻ റൈറ്റ് ദിസ് എനർജി സെപ്പറേഷൻസ് whenever this is equal to delta E, that is equal to G mu B. Okay, അതായത് mu B0 delta ml divided by I equal to mu B0 divided by I, that is equal to G mu n B0, Gn mu n B0. ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ അറ്റോമിക് സ്പെക്ട്രയുടെ ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ജി എന്ന് പറഞ്ഞത് മറ്റൊന്നുമല്ല, ദാറ്റ് ഈസ് ദി ഗൈറോ മാഗ്നറ്റിക് റേഷ്യോ. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെയാണ് നമുക്ക് റെസണൻസ് കണ്ടീഷൻ എന്ന് പറയാം. ഡെൽറ്റ ഇ ഈസ് ഈക്വൽ ടു ജി മ്യൂ ബി എന്ന് കാണിക്കുന്നത് അവിടെ ന്യൂക്ലിയസിനെയാണ് കാണിക്കുന്നത്. ഓക്കെ, ഇതിനെയാണ് നമ്മൾ റെസണൻസ് കണ്ടീഷൻ എന്ന് പറയുന്നത്. ഡെൽറ്റ ഇ ഈസ് നത്തിങ് ബട്ട് HNu, that is nu is the frequency of electromagnetic radiation that induces transitions between the adjacent energy levels. That is the Bohr frequency condition. This is the resonance condition. That is HNu equal to G mu B. അപ്പോൾ HNu equal to G mu B. സപ്പോസ് ന്യൂ കൂടുവാണെങ്കിൽ ഈക്വാലിറ്റി കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി ബി കുറയണം, ബി കൂടുവാണെങ്കിൽ ന്യൂ കുറയണം. ദാറ്റ് ഈസ് ടു മെയിൻറ്റെയിൻ ദി റിലേഷൻഷിപ്പ്. ഓക്കെ, suppose if we consider for the spin half systems, just substitute the value mi equal to minus half and plus half and find out HNu is equal to 2 mu B. Okay, this B is equal to 0, there is no splitting. When we apply B equal to B0, there is the splitting of the energy levels and the energy difference is 2 mu B0. And this is equal to HNu, that is the resonance condition. Okay, now we go to our topic, that is chemical shift. കെമിക്കൽ ഷിഫ്റ്റ്, അതായത് കെമിക്കൽ ഷിഫ്റ്റ് എന്ന് പറയുമ്പോൾ അപ്പോൾ അതിനെപ്പറ്റി നമ്മൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കേണ്ടിയിരിക്കുന്നു. നമ്മളൊരു NMR സ്പെക്ട്രം നമ്മൾ നോക്കുവാണെങ്കിൽ അതിനകത്ത് കുറച്ച് സിഗ്നൽസ് കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ സിഗ്നലിൻ്റെ പൊസിഷൻസ് ബോത്ത് ആർ ഇമ്പോർട്ടൻറ്റ്. സോ ദ നമ്പർ ഓഫ് സിഗ്നൽസ് ആൻഡ് പൊസിഷൻ ഓഫ് ജസ്റ്റ് ഇവിടെ നോക്കാം. നമ്പർ ഓഫ് സിഗ്നൽസ് ആൻഡ് പൊസിഷൻ ഓഫ് ദ സിഗ്നൽസ് പ്ലേസ് വെരി ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ NMR. ഇപ്പോൾ രണ്ട് കോമ്പൗണ്ടാണ് ഇവിടെ ചൂസ് ചെയ്തിട്ടുള്ളത്. രണ്ടിനും ഒരു ആദ്യത്തെ കോമ്പൗണ്ടിന് 2 സിഗ്നലും രണ്ടാമത്തെ കോമ്പൗണ്ടിന് 3 സിഗ്നലും കാണിക്കുന്നുണ്ട്. ആദ്യത്തെ കോമ്പൗണ്ട് എന്ന് പറയുന്നത് അസിറ്റാൽഡിഹൈഡും രണ്ടാമത്തെ കോമ്പൗണ്ട് എന്ന് പറയുന്നത് എഥനോളുമാണ് ഇവിടെ ട്രീറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇപ്പോൾ ആദ്യത്തെ കോമ്പൗണ്ടിന് നമുക്ക് 2 സിഗ്നലും 2 പൊസിഷനിലാണ് കിട്ടിയിരിക്കുന്നത്. രണ്ടാമത്തെ കോമ്പൗണ്ടിന് 3 സിഗ്നലും അതോടൊപ്പം തന്നെ 3 പൊസിഷനുമാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്പർ ഓഫ് സിഗ്നൽസും അതോടൊപ്പം തന്നെ പൊസിഷൻസും ദാറ്റ് പ്ലേസ് വെരി ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ NMR spectroscopy. Okay, the position of the proton help to understand the nature of the proton in the compound. That is, the position is help to understand the nature of the proton.
Okay, different types of protons are present in the compound. They have different electronic environment. Due to the variations of in the electronic environment, protons absorb different applied magnetic field. നമുക്കറിയാം ന്യൂക്ലിയസ് പ്രോട്ടോൺസ് ഉണ്ട്, ന്യൂട്രോൺസ് ഉണ്ട്. അതിനകത്ത് പ്രോട്ടോൺ ന്യൂട്രോണിനെ റിവോൾവ് ചെയ്തിട്ട് ഇലക്ട്രോൺസ് ഉണ്ട്. ഓരോ കോമ്പൗണ്ട് എടുക്കുമ്പോൾ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് വ്യത്യാസം ഉണ്ടാകും. ചിലതിൽ 2 ഇലക്ട്രോൺസ് ഉണ്ടാകാം, ചിലതിൽ 3 ഇലക്ട്രോൺസ് ഉണ്ടാകാം. ദാറ്റ് ഈസ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി കോമ്പൗണ്ട്. അപ്പോൾ നമ്മൾ അതായത് ഇലക്ട്രോൺസിൻ്റെ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് സപ്പോസ് കൂടുതലാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പറയാം അവിടെ ഇലക്ട്രോൺസിന് സ്ക്രീനിങ് എഫക്റ്റ് കൂടുതലാണെന്ന് പറയാം. ഓക്കെ, അതായത് ഇലക്ട്രോണിക് എൻവയോൺമെൻറ്റ് അവിടെ അതിൻ്റെ എഫക്റ്റീവ് ഇലക്ട്രോണിക് എൻവയോൺമെൻറ്റ് കൂടുതലാണ്, അല്ലെങ്കിൽ അതിൻ്റെ എഫക്റ്റീവ്നെസ് കൂടുതലായതുകൊണ്ട് തന്നെ അതിൻ്റെ നമ്മുടെ കോമ്പൗണ്ടിൻ്റെ സ്പെക്ട്രവും അതല്ലെങ്കിൽ നമ്മുടെ കോമ്പൗണ്ടിൻ്റെ നമ്പർ ഓഫ് സിഗ്നൽസും അതുപോലെ തന്നെ പൊസിഷൻ ഓഫ് ദി സിഗ്നലും വ്യത്യാസപ്പെടുത്തിയിരിക്കും. ഇതെല്ലാം അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന സംഭവമാണ്. അതേപറ്റി നമ്മൾ കൂടുതലായിട്ട് പറയുവാണെങ്കിൽ സപ്പോസ് ഇതൊരു എക്സാമ്പിളായിട്ട് നമുക്ക് എടുക്കാം. ആദ്യത്തേത് അസറ്റാൽഡിഹൈഡും രണ്ടാമത്തേത് ഏഥനോളിൻ്റെ കേസുമാണ് നമ്മളിവിടെ ട്രീറ്റ് ചെയ്യുന്നത്. Okay, suppose when the nucleus is placed in the magnetic field, obviously this electronic configuration, the motion of the electrons produce another magnetic field. നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? എപ്പോഴാണ് ഇലക്ട്രോൺ അവരുടെ റെസ്റ്റിംഗ് പൊസിഷനിൽ ഇരിക്കുന്നത് അവിടെ നമുക്കൊരു ഇലക്ട്രിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യുന്നു. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ദ റീജിയൻ വേർ ഇലക്ട്രോൺസ് what is the definition of the electric field? Electric field is the region of the space. Sorry. Very good morning to all. 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 Very
Today we are going to discuss about chemical shift in NMR spectroscopy. Before that, okay. A very good morning to all. Today we are going to discuss about chemical shift in NMR spectroscopy. Before going to detail in the NMR spectroscopy, that is the chemical shift in NMR spectroscopy, we need to just refresh the resonance conditions. Okay. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അറ്റോമിക് സ്പെക്ട്ര പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് സ്പിൻ ഓർബിറ്റ് ഇൻട്രാക്ഷൻ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജിയെ നമ്മൾ ഡിറൈവ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ജസ്റ്റ് കണ്ടിന്യൂഷനാണ് നമ്മൾ NMR സ്പെക്ട്രോസ്കോപ്പിൽ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. സപ്പോസ് when a nucleus of a magnetic moment mu is placed in a magnetic field B0, obviously the interaction energy is equal to minus mu dot B0. That is a minus mu B cos theta. Cos theta we can write in terms of the quantum numbers minus mu B0 mi divided by I. This mi can have the values 2i plus 1 and they have equally spaced energy levels. So the energy separations delta E equal to mu B0 delta m divided by I. We will get G mu B. G is the gyromagnetic ratio. Okay, this is the basic basic idea behind the NMR spectroscopy. When this energy difference is equal to h nu, that we call that is the resonance condition. That is the Bohr frequency condition, where nu is the frequency of electromagnetic radiation that induces transition between the energy levels. That is h nu equal to G mu B. That is the resonance condition. When we consider the spin half systems, therefore the mi equal to plus half and minus half, so we will get this resonance condition reduced to h nu is equal to 2 mu B. Okay, so watch this. Just closely observe this diagram. This is B is equal to 0. There is no splitting. When we apply the magnetic field B0, this energy level is split into 2. And this energy separation delta E equal to 2 mu B0. That is the resonance condition, that is equal to h nu. And this is energy level is for plus half, and this is the energy level for the minus half. Now, sorry, once ഒരു പോയിന്റ് കൂടിയുണ്ട്. This h nu is equal to G mu B0. This is the resonance condition. Suppose nu, if we increase the frequency, obviously there is a decrease of the magnetic field to maintain the equality relations. Suppose if we reduce the frequency, there is a hike in the magnetic field. Okay, that is to maintain the resonance conditions. Now we go to our major point, that is the chemical shift. Okay, നമ്മളിപ്പോൾ NMR സ്പെക്ട്രം സ്റ്റഡി ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് നമ്പർ ഓഫ് സിഗ്നൽസും അതേപോലെ തന്നെ ഈ സിഗ്നൽസിൻ്റെ പൊസിഷനും, നമ്പർ ഓഫ് സിഗ്നൽസ് ആൻഡ് നമ്പർ ഓഫ് ദ പൊസിഷൻസ് ഓഫ് ദ സിഗ്നൽസ് ദാറ്റ് പ്ലേ വെരി ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ NMR spectroscopy. This position of the protons help to understand the nature of the proton in the compound. ഇതിപ്പോൾ രണ്ട് കോമ്പൗണ്ടാണ് ഇവർ എക്സാമ്പിളായിട്ട് ട്രീറ്റ് ചെയ്തിട്ടുള്ളത്. ഒന്ന് അസിറ്റാൽഡിഹൈഡ് എന്ന് പറഞ്ഞ കോമ്പൗണ്ടും രണ്ടാമത്തേത് എഥനോൾ എന്ന് പറഞ്ഞ കോമ്പൗണ്ടും. അസിറ്റാൽഡിഹൈഡിൽ നമുക്ക് 2 പീക്കാണ് ഒബ്സർവ് ചെയ്യാൻ സാധിക്കുന്നത്. അതിൻ്റെ ഇൻറ്റൻസിറ്റി റേഷ്യോ 1:3യും എഥനോളിൽ നമ്മൾ 3 ലൈൻസ് ഒബ്സർവ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, 1:2:3. അതിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. 1:2:3, അസിറ്റാൽഡിഹൈഡ് 1:3. ഇനി നമ്മളിത് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ് കൂടുന്നു. ലോവർ മാഗ്നറ്റിക് ഫീൽഡിൽ CH0 എന്ന് പറഞ്ഞ കോമ്പൗണ്ടും ഹയർ മാഗ്നറ്റിക് ഫീൽഡ് CH3 എന്ന് പറഞ്ഞ കോമ്പൗണ്ട്, അതായത് മീഥൈൽ കോമ്പൗണ്ടും അവിടെ രണ്ട് പൊസിഷനിൽ. അതുപോലെ തന്നെ എൻ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും എഥനോളിൻ്റെ
spectrum നമ്മൾ സ്റ്റഡി ചെയ്ത് കഴിഞ്ഞാൽ. സോ the number of signals and the position of the signals plays a very important role in NMR. We know that different types of protons are present in a compound. Obviously, there are different electronic environment. സപ്പോസ് ഒരു കോമ്പൗണ്ടിന് 2 ഇലക്ട്രോണുകൾ ഉണ്ടെങ്കിൽ വേറൊരു കോമ്പൗണ്ടിന് 5 ആകാം, വേറൊരു കോമ്പൗണ്ടിന് 6 ആകാം. നമുക്കറിയാം ഒരു ആറ്റം ന്യൂക്ലിയസ്, പ്രോട്ടോൺസ് ഉണ്ട്, ന്യൂട്രോൺസ് ഉണ്ട്, അതിനെ റിവോൾവ് ചെയ്ത ഇലക്ട്രോൺസ് ഉണ്ട്. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ഇലക്ട്രോണിക് എൻവയോൺമെൻറ്റ് ഓരോ കോമ്പൗണ്ടിനും ഡിഫറെൻ്റ് ആയിരിക്കും. ഡ്യൂ ടു ദ വേരിയേഷൻസ് ഓഫ് ഇൻ ദിസ് ഇലക്ട്രോണിക് എൻവയോൺമെൻറ്റ്, പ്രോട്ടോൺസ് ഗെറ്റ് അബ്സോർബ്സ് ഡിഫറെൻറ്റ് അപ്ലൈഡ് മാഗ്നറ്റിക് ഫീൽഡ്. ഒരു കോമ്പൗണ്ടിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് ആയിരിക്കില്ല വേറൊരു കോമ്പൗണ്ടിന് വേണ്ടി വരുന്നത്. അതായത് ഒരു കോമ്പൗണ്ട് അതിൻ്റെ റെസൊണൻസ് കണ്ടീഷൻ അച്ചീവ് ചെയ്യാൻ വേണ്ടി എത്രമാത്രം മാഗ്നറ്റിക് ഫീൽഡ് എടുക്കുന്നു അല്ലെങ്കിൽ എത്രമാത്രം ഫ്രീക്വൻസി എടുക്കുന്നു, ഇത് രണ്ടും വ്യത്യാസമായിരിക്കും വേറെ കോമ്പൗണ്ട് എടുക്കുമ്പോൾ. ആദ്യത്തെ കോമ്പൗണ്ടിന് വേണ്ട മാഗ്നറ്റിക് ഫീൽഡും അല്ലെങ്കിൽ അതിൻ്റെ ഫ്രീക്വൻസിയും, അതായത് റെസൊണൻസ് കണ്ടീഷൻ അച്ചീവ് ചെയ്യാനുള്ള മാഗ്നറ്റിക് ഫീൽഡും ഫ്രീക്വൻസിയും ചിലപ്പോൾ രണ്ടാമത്തെ കോമ്പൗണ്ടിന് വേണ്ടി വരില്ല, ചിലപ്പോൾ അതിനേക്കാൾ കൂടുതലും വേണ്ടി വരും. എന്തുകൊണ്ടാണ് ഇത് വരുന്നത്? That is obviously due to the variation in the electronic environment. Okay, നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും. ഇലക്ട്രിക് ഫീൽഡ് ഈസ് നത്തിങ് ബട്ട് ഇറ്റ് ഈസ് ദ റീജിയൻ where electric charge experience a force. That is, electron must be in the rest condition. ഇപ്പോൾ ഇലക്ട്രോൺസിൻ്റെ മോഷനും കൂടി വരുമ്പോൾ obviously there is the presence of the magnetic field due to the motion of the electrons. ഞാൻ നേരത്തെ പറഞ്ഞു പ്രോട്ടോൺസ് ഉണ്ട്, ന്യൂട്രോൺസ് ഉണ്ട്, അതിനകത്ത് ഒരു ഇലക്ട്രോണിക് എൻവയോൺമെൻ്റ് ഉണ്ട്. ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നുണ്ട്, സ്വാഭാവികമായും അവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. So there is a chance of the we can say that magnetic field, or we call this magnetic field as secondary magnetic field. So when we apply a magnetic field, that is when we place a nucleus in the magnetic field, there is the chance of the generation of another magnetic field, that is the secondary magnetic field. This secondary magnetic field is nothing but that is from the electronic environment. Okay, that is different from one compound to another compound. Suppose നമ്മുടെ ഈ സെക്കൻഡറി മാഗ്നറ്റിക് ഫീൽഡ് വേറൊരു പോയിന്റ് കൂടി നോട്ട് ചെയ്യാനുണ്ട്. സെക്കൻഡറി മാഗ്നറ്റിക് ഫീൽഡ് ചിലപ്പോൾ നമ്മൾ കൊടുക്കുന്ന അപ്ലൈഡ് മാഗ്നറ്റിക് ഫീൽഡിനെ ഒപ്പോസ് ചെയ്യാനോ ചിലപ്പോൾ റീഇൻഫോഴ്സ് ചെയ്യാനോ സാധ്യതയുണ്ട്. അതായത് സെയിം ഡയറക്ഷൻ ആകാം, അല്ല നമ്മൾ കൊടുക്കുന്ന മാഗ്നറ്റിക് ഫീൽഡും സെക്കൻഡറി മാഗ്നറ്റിക് ഫീൽഡും സെയിം ഡയറക്ഷൻ ആകാം, അല്ലെങ്കിൽ ചിലപ്പോൾ അത് ഓപ്പോസിറ്റ് കണ്ടീഷനും ആകാം. സെയിം ഡയറക്ഷൻ ആണെങ്കിൽ നമ്മളതിനെ റീഇൻഫോഴ്സ് ചെയ്യുന്നു, ഡിഫറെൻറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ അതിനെ ഓപ്പോസിറ്റ് കണ്ടീഷൻ എന്ന് നമ്മൾ പറയും. അതിനനുസരിച്ച് തന്നെ നമുക്ക് ഇതിൻ്റെ ഇലക്ട്രോൺസിൻ്റെ എൻവയോൺമെൻറ്റിന് നമുക്ക് മറ്റൊരു വേർഡ് കൂടി നമുക്ക് പരിചയപ്പെടാം, സ്ക്രീനിങ് എഫക്റ്റ്. ഓക്കെ, അപ്പോൾ അല്ലെങ്കിൽ അതിനെ ഷീൽഡിങ് എന്ന് പറയും, സ്ക്രീനിങ് അല്ലെങ്കിൽ ഷീൽഡിങ്. അപ്പോൾ സപ്പോസ് ഇലക്ട്രോൺസിൻ്റെ എഫക്റ്റ് കാരണം ഉണ്ടാകുന്ന സെക്കൻഡറി മാഗ്നറ്റിക് ഫീൽഡും അപ്ലൈഡ് മാഗ്നറ്റിക് ഫീൽഡും സപ്പോസ് ദേ ആർ ഇൻ ദി സെയിം ഡയറക്ഷൻ, we can say this is in the de-shielded effect. Otherwise, that is when they are in the opposite condition, we can say this is in the shielded condition. Okay. അപ്പോൾ നമുക്ക് പറയാം ദിസ് എഫക്റ്റീവ് മാഗ്നറ്റിക് ഫീൽഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു B0 മൈനസ് സിഗ്മ ഇൻറ്റു B0. സിഗ്മ ഈസ് ദ സ്ക്രീനിങ് കോൺസ്റ്റൻറ്റ് അല്ലെങ്കിൽ ഷീൽഡിംഗ് പാരാമീറ്റർ that is obviously due to the presence of the electronic environment that is different from one compound to the another compound. So we can write B0 into 1 minus sigma. Okay, there is one more here. That is when there is no magnetic field, there is no splitting. If we apply the magnetic field, there is splitting. And if there is the presence of the electronic environment, we can say this is the screened nucleus. Obviously, there is the energy difference is get reduced due to the screening effect. Okay. നമുക്ക് ഈ ഒരു ഫിഗറിലേക്ക് വീണ്ടും തിരിച്ചു പോകാം. ഈ ഒരു ഫിഗറിനെ നമുക്ക് രണ്ട് രീതിയിൽ ഇൻ്റർപ്രറ്റ് ചെയ്യാം. സപ്പോസ് അസിറ്റാൽഡിഹൈഡ് തന്നെ നമുക്ക് ആദ്യം നോക്കാം. അസിറ്റാൽഡിഹൈഡ് അതിൻ്റെ കെമിക്കൽ ഫോർമുല CH3CHO.
Suppose two types of the protons, they are present, two types of the protons, that is one is CH3 and another is CHO. Here in the case of the CH3, the three protons, they are equivalent, and here the oxygen is electronegative. Since the oxygen is more electronegative, electron density around the proton is less than that around this CH3. Here the electron density around CHO is less than CH3. So the screening is more for the CH3 compound. Okay, we can say this sigma of CH3 is greater than sigma of CHO. So we can say for the given magnetic field B0, for the given magnetic field B0, the effective magnetic field for CHO will greater than that for CH3. Effective magnetic field CHO യിൽ കൂടുതലായിരിക്കും compared with the methyl compound. So നമുക്ക് പറയാം, സപ്പോസ് ഒരു ഫിക്സഡ് ഫ്രീക്വൻസി നമ്മുടെ റെസൊണൻസ് കണ്ടീഷനിലേക്ക് നമുക്ക് തിരിച്ചു പോകാം. H nu is equal to G mu B. For a fixed frequency റെസൊണൻസ് കണ്ടീഷൻ നമുക്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് we need to a lesser magnetic field. That's the lesser magnetic field is sufficient to achieve the resonance conditions. As a result, the NMR spectrum of acetaldehyde shows two peaks. So the CHO compound is at the lower frequency, and CH3 compound is also at the higher frequency. ഇനി നമുക്കതിനെ വേറെ രീതിയിൽ കൂടി ഇൻ്റർപ്രറ്റ് ചെയ്യാം. ആദ്യം പറഞ്ഞതിൽ നമ്മൾ ഫ്രീക്വൻസി ഫിക്സ് ചെയ്ത് വെച്ചു, രണ്ടാമത്തേൽ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് ഫിക്സ് ചെയ്യുന്നു. സ്വാഭാവികമായും അവിടെ ഒരു ലെസ്സർ ഫ്രീക്വൻസി മതി ടു ഫൈൻഡ് അല്ലെങ്കിൽ ടു റീച്ച് ദി റെസൊണൻസ് കണ്ടീഷൻസ്. Or we can say at a fixed field B0, CHO protons find itself in a greater magnetic field than CH3. Therefore, higher frequency is required to bring CHO protons into resonance. Okay, ഒന്ന് കൂടുമ്പോൾ ഒന്ന് കുറവ് മാഗ്നറ്റിക് ഫീൽഡും ഫ്രീക്വൻസി തമ്മിലുള്ള കമ്പാരിസൺ. അപ്പോൾ നമുക്ക് അതിലൊരു ഷിഫ്റ്റ് ഇൻ ദ റെസൊണൻസ് ലൈൻ of a given compound, that is the shift is known as chemical shift. Chemical shift ne namakku delta enna denote cheyyam. See, this is the chemical shift. We can denote this by delta. ചില ടെക്സ്റ്റ് നിങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് ടോ എന്നും കൂടി കാണിക്കാറുണ്ട്. ഈ ടോയും ഡെൽറ്റയും തമ്മിൽ കോംപ്ലിമെൻ്ററിയാണ്. അതായത് ഡെൽറ്റ പ്ലസ് ടോയാണ് 10 എന്ന് പറയുന്നത്. അതായത് കെമിക്കൽ ഷിഫ്റ്റ് ഡെൽറ്റയുടെ ജസ്റ്റ് റിവേഴ്സ് ആയിരിക്കും ടോ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഡെൽറ്റ വാല്യൂ നമ്മളിവിടെ ട്രീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ടോ വെച്ച് ട്രീറ്റ് ചെയ്യുന്ന ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ 10 മൈനസ് ഡെൽറ്റ എന്ന് കൂടി കാണിക്കും. ദാറ്റ് ഈസ് ദ ടോ വാല്യൂ. ഓക്കെ, so we can also note that this delta is the difference in the frequency, that is nu for S for the sample and nu R for the reference divided by the operating frequency. ഇതിൻ്റെ യൂണിറ്റ് ഡെൽറ്റയുടെ യൂണിറ്റ് നമ്മൾ പാർട്സ് പെർ മില്യൺ ആയിട്ട് കാണുന്നത്. നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ സാധിക്കും. ന്യൂമറേറ്റർ ഫ്രീക്വൻസി ഇതിലാണ്, ഡിനോമിനേറ്റർ ഫ്രീക്വൻസി. സോ ന്യൂമറേറ്റർ നമുക്കൊരു ഹെഡ്സിലാണ് വരുന്നത്, ഡിനോമിനേറ്റർ വരുന്നത് സാധാരണഗതിയിൽ മെഗാ ഹെഡ്സിലാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഹെഡ്സ് ഡിവൈഡഡ് ബൈ മെഗാ ഹെഡ്സ് എന്ന് പറയുമ്പോൾ 10⁻⁻6 ഹെഡ്സ് വരും. 10⁻⁻6 ഹെഡ്സ്. ഇനി അതിനെ പാർട്സ് പെർ മില്യണിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 10�6 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. സോ നമ്മുടെ യൂണിറ്റ് ടോ ഈസ് ഈക്വൽ ടു PPM, ദാറ്റ് ഈസ് ദ പാർട്സ് പെർ മില്യൺ. ഇവിടെ നമ്മൾ ടോ വെച്ച് കാണിക്കുന്നുണ്ട്. ടോ ഈസ് ദ 10 മൈനസ് ഡെൽറ്റ. ഓക്കെ, ചില ടെക്സ്റ്റിനകത്ത് ആ രീതിയിലായിരിക്കും ട്രീറ്റ് ചെയ്തിട്ടുള്ളത്. രണ്ടും ഒന്ന് തന്നെയാണ്, അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി.
ഓക്കെ, ഇനി സാധാരണഗതിയിൽ നമ്മൾ NMR സ്പെക്ട്രോസ്കോപ്പി സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു റെഫറൻസ് സാമ്പിൾസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ സാധാരണഗതിയിൽ യൂസ് ചെയ്യുന്ന റെഫറൻസ് സാമ്പിൾസ് എന്ന് പറയുന്നത് TMS ആണ്. TMS ഇസ് ദ ടെട്രാമീഥൈൽ സിലൈൻ. ടെട്രാമീഥൈൽ സിലൈൻ. അതിൻ്റെ ഡെൽറ്റ വാല്യൂ എന്ന് പറയുന്നത് 10 ആയിരിക്കും. ഓക്കെ, delta delta value is equal to 10 delta value equal to 0, tau value is equal to 10. ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 10 കിട്ടണം. That is delta value equal to 0, tau value is equal to 10. ഈ കോമ്പൗണ്ട് that is tetramethyl silane. ഓക്കെ, ഇനി നമ്മൾ ഈ കോമ്പൗണ്ട് ചൂസ് ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ദാറ്റ് ഈസ് മിസിബിൾ വിത്ത് മെനി organic compound, and also it is highly volatile and not take part of any chemical reactions. That's why we are choosing this tetramethyl silane, or in short we can say TMS, as the reference compound in the NMR spectroscopy. Okay, that is CH3 4 times SI, tetramethyl silane. ആ ഒരു പോയിന്റ് കൂടി നിങ്ങളൊന്ന് നോട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഡെൽറ്റ വാല്യൂ ഈ ഒരു ഡെൽറ്റ വാല്യൂ ഓരോ കോമ്പൗണ്ടിന് കൂടുന്നതനുസരിച്ച് ടോ വാല്യൂ ഇവിടെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇനി നമ്മൾ വേറെ രീതിയിൽ ഇതിനൊന്ന് ഇൻ്റർപ്രിറ്റ് ചെയ്താൽ ഡെൽറ്റ വാല്യൂ കൂടുന്ന കേസസിൽ അവിടെ നമുക്ക് ഡീഷീൽഡിങ് എന്ന് പറയാം. അതേപോലെ തന്നെ അതിന് ഡൗൺ ഫീൽഡ്, ചെറിയൊരു ഫീൽഡ് ആവശ്യം മതി അതിൻ്റെ റെസൊണൻസ് കണ്ടീഷൻസ് അച്ചീവ് ചെയ്യാൻ. സ്വാഭാവികമായും ചെറിയ ഫീൽഡ് മതിയാകുമ്പോഴേക്കും നമുക്ക് ഹയർ ഫ്രീക്വൻസി വേണം. സോ ഹൈ കെമിക്കൽ ഷിഫ്റ്റ് വാല്യൂ ആണ് നമുക്ക് അവിടെ ഒബ്സർവ് ചെയ്യാൻ സാധിക്കുന്നത്. സപ്പോസ് ഇൻ ദ കേസ് ഓഫ് ദ ലോ ഡി വാല്യൂവിൻ്റെ കേസിലാണെങ്കിൽ അവിടെ ഷീൽഡിംഗ് പ്രോപ്പർട്ടി കൂടുതലായിട്ട് കാണുന്നുണ്ട്. അതേപോലെ തന്നെ അവിടെ അപ്പ് ഫീൽഡ്, അതായത് മാഗ്നറ്റിക് ഫീൽഡ് കൂടുതൽ വേണം. അതിനെയാണ് അപ്പ് ഫീൽഡ് എന്ന് പറയുന്നത്. സ്വാഭാവികമായും വി നീഡ് ടു ദ ലെസർ ഫ്രീക്വൻസി ടു അച്ചീവ് ദി റെസൊണൻസ്. സോ there is the low chemical shift value. Okay, so chemical shift എന്ന് പറയുന്നത് ഷിഫ്റ്റിംഗ് ഓഫ് അപ്പ് ഫീൽഡ് ആകാം അല്ലെങ്കിൽ ഡൗൺ ഫീൽഡ് ആകാം. ഓക്കെ, അതിനെയാണ് നമ്മൾ കെമിക്കൽ ഷിഫ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ കെമിക്കൽ ഷിഫ്റ്റിന് there are so many factors affecting the chemical field. One factor is inductive effect, പിന്നെ അതേപോലെ തന്നെ വാണ്ടർ വാൾ എഫക്റ്റ്, പിന്നെ അനൈസോട്രോപിക് എഫക്റ്റ്, hydrogen bonding effect. These are some of the factors that are affecting the NMR spectroscopy. Okay. The next class we will discuss about indirect spin-spin interactions. Thank you.